മിസ്റ്റർ ലൈറ്റ് പ്രസൻസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 14-ാം രാവിൽ. ഇനി അടുത്തതായി SM കോയസറിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ മനോഹരമായ ഒരു ഗാനം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നിൽ എത്തുന്നു ബാദുഷാ.
ബാദുഷ കുട്ടിയെ, ഇത് എങ്ങനെ ഈ വരിയൊക്കെ ഇങ്ങനെ ഓർമ്മിച്ചു വെക്കണേ? കൊറേ പ്രാക്ടീസ് ചെയ്തോ ഈ പാട്ട്? ഈ ഒരു നമ്മുടെ 14-ാം രാവിന് വേണ്ടി പഠിച്ച പാട്ടാണോ? ഇനി ഫൈസൽ സാറിനോട് ചോദിച്ചു നോക്കാം കമന്റ്സ്. അറിയോ എന്തെങ്കിലും പാട്ടിനെ കുറിച്ച്? പാടിയത് ദാസേട്ടനാണ് പാടിയത്. പിന്നെ രചന SM കോയൻ്റെതാണ്. ഓക്കെ. ഈ റൗണ്ട് ഓർമ്മയിലെ ഇശലുകളാണ്. SM കോയ എന്ന പാട്ടുകാരന്റെ ഇശലുകളാണ് ഇവിടെ പാടേണ്ടത്. പതിശ പറഞ്ഞത് പാടിയ ദാസേട്ടനാണ്. ഞാൻ അത് കേട്ട് ചിരിച്ചു പോയതാ. പിന്നെ SM കോയ എന്ന പാട്ടുകാരന്റെ അദ്ദേഹത്തിന്റെ രചനയല്ല നമ്മൾ ശ്രദ്ധിക്കുന്നത്, അദ്ദേഹത്തിന്റെ പാട്ടാണ്. SM കോയാണ് ഇത് ആദ്യം പാടിയത് ഈ പാട്ട്. പിന്നീട് ദാസേട്ടൻ പാടിയിട്ടുണ്ട് കേട്ടോ. SM കോയ എന്ന പ്രശസ്തനായ പാട്ടുകാരൻ, മാപ്പിളപ്പാട്ടുകാർ മുഴുവൻ കടപ്പെട്ടിരിക്കുന്ന ഒരു ഗായകനാണ് അദ്ദേഹം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എല്ലാ പാട്ടുകാരും അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കണം, മാപ്പിളപ്പാട്ട് പാടുന്നവർ പ്രത്യേകിച്ച്. കാരണം അദ്ദേഹത്തിന്റെ ഒരു സിംഗിങ് സ്റ്റൈലുണ്ട്, അതിനൊരു മോഡൽ ആണ് അദ്ദേഹം. ഇങ്ങനെ ഒരു സിംഗിങ് സ്റ്റൈൽ കൊണ്ടുവന്നത്. ഇപ്പോൾ ബാദുഷയുടെ പാട്ടിലെ ചില ഒരു എൻഡ് ഒക്കെ ശ്രദ്ധിച്ചാൽ മതി, വളരെ കൃത്യമായി. അത് മാപ്പിളപ്പാട്ടിന്റെ ഒരു ഫോക്ക്